നിഖിൽ, ഏതായാലും ഇപ്പോൾ UDF കൂടുതൽ നടപടികളിലേക്ക് പോകും എന്ന് പറയുന്നു. ഒപ്പം ഇപ്പോൾ അത് ഈ പരസ്യത്തിലൂടെ എന്താണോ LDF ഉദ്ദേശിച്ചത് അതിനപ്പുറത്തേക്ക് കാഫിർ സ്ക്രീൻഷോട്ടുമായി ചേർത്ത് വെച്ചുകൊണ്ട് മറ്റൊരു പ്രചാരണത്തിനു കൂടി UDFന് അവസരം കൂടിയാവുകയാണ് ഈ പരസ്യം. തീർച്ചയായിട്ടും ഗോകുൽ, ഈ വിഷയത്തിൽ സന്ദീപ് വാര്യർ ആദ്യഘട്ടത്തിൽ തങ്ങൾക്ക് കൈതന്ന് ഒരു ക്രിസ്റ്റൽ ക്ലിയർ സഖാവാകും എന്നാണ് CPIM കരുതിയിരുന്നത്. അത്തരത്തിലുള്ള പ്രാരംഭഘട്ട ചർച്ചകളൊക്കെ നടത്തുകയും ആദ്യഘട്ടത്തിൽ അവർക്ക് വളരെ പോസിറ്റീവായ ഒരു സാഹചര്യം രൂപപ്പെടുകയും ചെയ്തിരുന്നു. എന്നാൽ പെട്ടെന്ന് സന്ദീപ് വാര്യർ തന്റെ നിലപാട് മാറ്റി അദ്ദേഹം കോൺഗ്രസിന്റെ വാര്യർ ആകാൻ തീരുമാനിക്കുകയായിരുന്നു. അതിനു പിന്നാലെയാണ് സന്ദീപ് വാര്യർക്കിട്ടൊരു തട്ടുകൊടുക്കാൻ CPIM തീരുമാനിക്കുകയും അവർ അവരുടെ പാർട്ടി പത്രത്തിൽ പോലും നൽകാതെ 2 സുന്നി പത്രങ്ങളിൽ, അതായത് സിറാജിലും സുപ്രഭാതത്തിലും ഇത്തരത്തിലുള്ള ഒരു പരസ്യം നൽകുകയും ചെയ്തത്. ദേശാഭിമാനിയിൽ പോലും ആ പരസ്യം നൽകിയിരുന്നില്ല എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം. ആ പരസ്യം പക്ഷേ അവർക്ക് തന്നെ ഒരു കൊട്ടായി മാറുന്ന കാഴ്ചയാണ് നമുക്ക് ഇന്ന് കാണാൻ കഴിഞ്ഞത്. രാവിലെ ഈ വാർത്ത പുറത്തു വന്നതിന് പിന്നാലെ തന്നെ പല കോണുകളിൽ നിന്ന് രൂക്ഷമായിട്ടുള്ള വിമർശനങ്ങൾ ഉന്നയിച്ചുകൊണ്ടുള്ള നേരത്തെ കാഫിർ സ്ക്രീൻഷോട്ടിന്റെ പേരിൽ ഏത് തരത്തിലാണ് CPIM വിമർശിക്കപ്പെട്ടത്, സമാനമായ തരത്തിൽ തന്നെ അവർ പ്രതിക്കൂട്ടിലാകുന്ന ഒരു സാഹചര്യം രൂപപ്പെടുകയും പ്രധാനപ്പെട്ട നേതാക്കൾക്ക് തങ്ങൾ എല്ലാ പത്രത്തിലും പരസ്യം നൽകിയിട്ടുണ്ട് എന്ന് കള്ളം പറയേണ്ട സാഹചര്യം രൂപപ്പെടുകയും ചെയ്തു. നമുക്കറിയാം, ഇന്ന് ഒരു പത്രത്തിലും, സിറാജിലും സുപ്രഭാതത്തിലും അല്ലാതെ ഒരു പത്രത്തിലും ഇങ്ങനെ ഒരു വാർത്ത വന്നിട്ടില്ല. മുഴുവൻ മലയാള ദിനപത്രങ്ങളും ഞാൻ വായിച്ചു നോക്കിയതാണ്. അതിലൊന്നും തന്നെ ഇത്തരത്തിലുള്ള ഒരു പരസ്യം ചെറിയ കോണിൽ പോലും വന്നിട്ടില്ല. അതിൽ നിന്ന് എന്താണ് CPIM ഈ വിഷയത്തിലൂടെ ഉദ്ദേശിച്ചത് എന്നുള്ള കാര്യവും വ്യക്തമാണ്. അതിനു പിന്നാലെയാണ് ഇപ്പോൾ പ്രചരിപ്പിക്കപ്പെട്ടിട്ടുള്ള, ഇപ്പോൾ അച്ചടിച്ചു വന്നിട്ടുള്ള ഈ പരസ്യം അത് അനുമതി വാങ്ങാതെ, തെരഞ്ഞെടുപ്പ് കമ്മീഷന്റെ മുൻകൂട്ടിയുള്ള അനുമതി പോലും വാങ്ങാതെയാണ് പത്രങ്ങളിൽ നൽകിയത് എന്നുള്ളത് വ്യക്തമാകുന്നത്. ഞാൻ ഇതുമായി ബന്ധപ്പെട്ട ഔദ്യോഗിക വൃത്തങ്ങളോട് സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഒരു പക്ഷേ പ്രീ സർട്ടിഫിക്കേഷന് വേണ്ടി ഈ പരസ്യം തന്നിരുന്നെങ്കിലും അത് നൽകാൻ കഴിയില്ലായിരുന്നു എന്നുള്ളതാണ്. അതിൽ നിന്ന് എന്താണ് മനസ്സിലാക്കേണ്ടത്? തെരഞ്ഞെടുപ്പ് കാലത്ത്, പ്രത്യേകിച്ച് കൊട്ടിക്കലാശം കഴിഞ്ഞുള്ള ഒരു ദിവസം, നിശബ്ദ പ്രചരണത്തിന്റെ ദിവസം, യാതൊരു കാരണവശാലും പത്രങ്ങളിൽ ഇത്തരത്തിലുള്ള പൊതു ഇടത്ത് നൽകാൻ പാടില്ലാത്ത ഒരു പരസ്യമായിരുന്നു അത് എന്നുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഇത് ഗുരുതരമായിട്ടുള്ള തെരഞ്ഞെടുപ്പ് ലംഘനമായിട്ട് കണക്കാക്കപ്പെടും. UDF ഇതിനോടകം തന്നെ അതുമായി ബന്ധപ്പെട്ട പരാതികൾ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ നൽകിയിട്ടുമുണ്ട്. ശക്തമായ നിയമ നടപടികളുമായി മുന്നോട്ട് പോകുമെന്നാണ് UDF ക്യാമ്പ് ഒന്നടങ്കം അറിയിക്കുന്നത്.